ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടല ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ഒരു കടല 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 2 കപ്പ് കടല എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയും കൂടി ഇടാം. ഒരു ഹാഫ് ഒനിയൻ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് കടലയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ, നന്നായി അരഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉള്ളിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയില, പുതിന, കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് കയ്യിലെടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വടയുടെ 2 ഭാഗവും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ പരിപ്പ് ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ സ്കിന്നോട് കൂടിയാണ്, ഇതിൻ്റെ തൊലിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട കൂട്ടിയത് കൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.